അനുഗ്രഹിക്കപ്പെട്ട ദിവസം തന്ന ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. ഈ പ്രഭാതം നമുക്ക് ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കണം. കർത്താവിൻ്റെ പ്രാർത്ഥന പോലും ഉറച്ച നിലവിളിയായിരുന്നെന്നാണ്. നമ്മളെടുക്കുന്ന തീരുമാനം. കർത്താവ് ഒരു കഠിനാധ്വാനിയായിരുന്നു. അപ്പോസ്തലന്മാർ കഠിനാധ്വാനികളായിരുന്നു. പൗലോസ് പറഞ്ഞു, ഞാൻ വളരെ അധ്വാനിച്ചു. ദൈവത്തിനു വേണ്ടി നിന്നവർ മാത്രമല്ല, വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടു വളരെയധികം അധ്വാനിച്ചവരാണ് ഉയരങ്ങളിലെത്തിയത്. വളരെ കഷ്ടപ്പെട്ടവർ, ഹാർഡ് വർക്ക് ചെയ്തവർ. അപ്പോൾ കഠിനാധ്വാനത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഠിനാധ്വാനം ഒരു സ്റ്റെയർ കേസ് പോലെയാണ്. അത് ഉയരങ്ങളിലെത്തും. എന്നാൽ ഭാഗ്യമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ലിഫ്റ്റ് പോലെയാണ്. ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കേടാവും, ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് അത് ഓഫാകും, ചിലപ്പോൾ അത് സ്ലോ ആകും. എന്നാൽ സ്റ്റെയർ കേസ് അത് നമ്മളാ തീരുമാനം എടുക്കുന്നത്. വേണമെങ്കിൽ വേഗത്തിൽ കയറാം, വേണമെങ്കിൽ പതുക്കെ കയറാം, വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുത്ത് കയറാം. സ്റ്റെയർ കേസ് ഒരിക്കലും ഓഫാകുന്നില്ല. അത് നമ്മൾ എടുക്കുന്ന എഫർട്ടാണ്. നമുക്ക് എത്ര വേണമെങ്കിലും മുകളിൽ കയറാം. ലിഫ്റ്റിൻ്റെ കാര്യം അങ്ങനെയല്ല. രണ്ടും ഒരു സ്ഥലത്താണ് എത്തുന്നത്. ലിഫ്റ്റിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് വലിയ ബിൽഡിങ്ങിലും നോക്കിക്കോ, ഒരു 3 നിലക്ക് മുകളിലുള്ള ബിൽഡിങ്ങിൽ ലിഫ്റ്റും ഉണ്ടാകും, ലിഫ്റ്റിനോട് ചേർന്ന് സ്റ്റെയർ കേസും ഉണ്ടാകും. എന്നാൽ സ്റ്റെയർ കേസ് വഴി ആരും അങ്ങനെ വരാറില്ല. എന്നാൽ ഇടയ്ക്ക് സ്റ്റെയർ കേസ് വഴി വരുന്നതുമുണ്ട്. എന്താ? ഈ ലിഫ്റ്റിന് എപ്പോഴും കംപ്ലൈൻറ്റ് വരും. അതിനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ സ്റ്റെയർ കേസിനെ നമുക്ക് വിശ്വസിക്കാം. ഇതിൽ നിന്ന് എന്താ പഠിക്കുന്നത്? നാം പഠിക്കുന്നത് കഠിനാധ്വാനം, അതാണ് സ്റ്റെയർ കേസ്. ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. ചിലപ്പോൾ ഉയരത്തിലെത്തും. ചിലർക്ക് ഭാഗ്യം കൊണ്ട് ചില നല്ല ജോലി കിട്ടിയെന്നിരിക്കാം, ചിലർ ഭാഗ്യം കൊണ്ട് പാസ്സായെന്നിരിക്കാം, ചിലർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്നിരിക്കാം. എന്നാൽ ചിലരങ്ങനെയല്ല, കഠിനാധ്വാനം കൊണ്ട് കയറി വരുന്നവരുണ്ട്. കഠിനാധ്വാനം അത് കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന ഒന്നാണ്. കണ്ണുനീരോടെ വിതച്ച ആർപ്പോടെ കൊയ്യുന്ന ജനത്തെക്കുറിച്ച് വായിക്കുന്നു. മോശ കഠിനാധ്വാനിയായിരുന്നു, ഏലീശ കഠിനാധ്വാനിയായിരുന്നു, ദാവീദ് കഠിനാധ്വാനിയായിരുന്നു. ദൈവം തിരഞ്ഞെടുത്തവരെല്ലാം കഠിനാധ്വാനികളായിരുന്നു. അവർ ആ സ്റ്റെയർ കേസ് വഴി ഉയരങ്ങളിലേക്ക് കയറാവുന്നത്ര ഉയരത്തിൽ അവർ കയറി. ഒരു ഭാഗ്യം കാത്തു നിന്നില്ല. ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഇത് കേൾക്കുമ്പോൾ തന്നെ ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുക. സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ്. അപ്പോൾ തന്നെ വീട്ടിലെ സ്റ്റെപ്പും ഹോസ്പിറ്റലിലെ സ്റ്റെപ്പും രണ്ടാണ്. വീട്ടിലെ സ്റ്റെപ്പിനേക്കാൾ വളരെ ചെറുതാണ് ഹോസ്പിറ്റലിലെ സ്റ്റെപ്പ്. കാരണം രോഗികൾക്ക് കയറാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ചില സ്റ്റെപ്പുകൾ വലിപ്പം കൂടിയതായിരിക്കും. നിങ്ങളുടെ പ്രാപ്തി പോലെ ചെറിയ സ്റ്റെപ്പാണെങ്കിലും വലിയ സ്റ്റെപ്പാണെങ്കിലും എത്തേണ്ട നിലയിൽ നമുക്ക് എത്താൻ കഴിയും. അതിനുവേണ്ടിയാണ് ചെറിയ സ്റ്റെപ്പും വലിയ സ്റ്റെപ്പും ഒക്കെ വെച്ചിരിക്കുന്നത്. ആരോഗ്യമുണ്ടോ? വലിയ സ്റ്റെപ്പ് കയറ്. ആരോഗ്യക്കുറവാണോ, ബുദ്ധിമുട്ടാണോ? ചെറിയ സ്റ്റെപ്പ് കയറ്. എന്തായാലും മുകളിൽ എത്തിയേ മതിയാവും, ഉയരങ്ങളിൽ എത്തിയേ മതിയാവും, ഉയർന്നേ മതിയാവും. ആരോടൊക്കെയുള്ള ഒരു പ്രവചനമാണത്. നിങ്ങൾ അവിടെ എത്തണം. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. ഇന്ന് നമുക്ക് റോമാലേഖനത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമ്മൾ വായിച്ചതാണ്. അതിൻ്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കൾ അത്രേ സന്തതി എന്നെണ്ണു. അബ്രഹാമിൻ്റെ മക്കളെല്ലാം ദൈവമക്കളല്ല, വാഗ്ദത്തപ്രകാരമുള്ളവരല്ല. അവർ ഇസ്രായേലിലായിരിക്കും എന്ന് കരുതി വാഗ്ദത്തം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇസഹാക്ക് അല്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്ന സന്തതി എന്ന ഏകൻ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. താഴോട്ട് വരാം. പൗലോസ് അത് വിവരിക്കുന്നത് 9-ാം വാക്യത്തിൽ, ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറയ്ക്കൊരു മകൻ ഉണ്ടാകും എന്നല്ലോ വാഗ്ദത്തം. അത്രയുമല്ല, റിബേക്കയെ നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. അടുത്തത് 11-ാം വാക്യം. ഇനി ഇസഹാക്കിന് ജനിച്ച കുഞ്ഞുങ്ങളെക്കുറിച്ച്,
കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് റിബേക്കയോട് അരുളി ചെയ്തു. തിരഞ്ഞെടുത്തവൻ്റെ ഇഷ്ടമാണ്. മൂത്തവൻ ആരാണ്? യാക്കോബല്ല, ഏശാവാണ്. എന്നിട്ടും തെരഞ്ഞെടുപ്പ് യാക്കോബിനായതുകൊണ്ട് യാക്കോബാണ് വാഗ്ദത്തം കയറി പിടിച്ചത്, പ്രാപിച്ചത്. അതിനവൻ സ്വപ്നം കണ്ടു, അവൻ അത് ആഗ്രഹിച്ചു. അത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി ഇളയവനെ മൂത്തവന്റെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് അവിടെ കാണുന്നത്. ദൈവത്തിന് വേണമെങ്കിൽ യാക്കോബിനെ സ്നേഹിച്ചതുകൊണ്ട് മൂത്തവനാക്കാമായിരുന്നു. എന്നാൽ ദൈവം അവനെ ഇളയവനായിട്ടാണ് സൃഷ്ടിച്ചത്. രണ്ടാമത് പുറത്തു വന്നു. എന്നാൽ വില മുടക്കി അധ്വാനിച്ച് വാഗ്ദത്തത്തിന്റെ വില മനസ്സിലാക്കി, ഇരട്ടിപ്പങ്കിന്റെ വില മനസ്സിലാക്കി, ജ്യേഷ്ഠാവകാശത്തിന്റെ വില മനസ്സിലാക്കി, അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കി, വില മുടക്കി വന്നവനെയാണ് കർത്താവ് അനുഗ്രഹിച്ചത്. വില മനസ്സിലാക്കി. യേശാവിന് ഇതെല്ലാം ഉണ്ടായിരുന്നു, ഒരു എഫർട്ടുമില്ല, വേണമെങ്കിൽ കിട്ടട്ടെ. യാക്കോബ് അങ്ങനെയല്ല. മുമ്പ് പറഞ്ഞതുപോലെ സ്റ്റെയർ കേസ് വഴി കയറി. അവൻ ലിഫ്റ്റിലൂടെ കയറാൻ നോക്കിയില്ല. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടട്ടെ എന്നല്ല, അവൻ കഷ്ടപ്പെടാൻ തയ്യാറായി. ആരുടെയൊക്കെയോ ദൈവാത്മാവ് ഈ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് വില മുടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതായത് ദൈവം ഒരുത്തനെ തിരഞ്ഞെടുത്തു, ദൈവം ഒരുത്തനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അവന് തുടക്കത്തിൽ ഒന്നുമില്ലായിരിക്കാം, എന്നാൽ അവൻ്റെ അന്ത്യം അതിമഹത്തായിരിക്കും. അവന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആവേശമാണ്. എല്ലാം നേടിയെടുക്കാനുള്ളൊരു ആവേശം. ഈ ഫുട്ബോൾ ലോകത്ത് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന കളിക്കാരനെ സ്വഭാവം കൊണ്ട്, പല സ്വഭാവം കൊണ്ടും മുതിർന്നവർക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല, എന്നാൽ ചെറുപ്പക്കാർക്കെല്ലാം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇഷ്ടമാണ്. അഗ്രസീവാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുക്കുന്ന ഒരു യാക്കോബിനെ പോലെയാണ് കാണുന്നത്. എല്ലാം പിടിച്ചെടുക്കും. അത് കിട്ടിയില്ലെങ്കിൽ സമ്മതിക്കില്ല, അത് പിടിച്ചെടുക്കുന്നയാളാണ്. സ്വഭാവം അതാ. അതിൻ്റെ ഒരു ദേഷ്യവും അതിൻ്റെ ഒരു സ്വഭാവമൊക്കെ ക്രിസ്ത്യാനൊക്കെ ഉണ്ട്. ഞാൻ ഫുട്ബോൾ കളി കാണും. എല്ലാം കാണാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ സ്കോറൊക്കെ നോക്കും. 10 മിനിറ്റിൻ്റെ സമ്മറിയൊക്കെ കാണും. ചിലതൊക്കെ മുഴുവൻ ഇരുന്ന് കാണാൻ ആഗ്രഹം വരും. അതിനകത്തൊരു കലയുണ്ട്. അത് സമയം പോക്കലാണെന്ന് ചിലർ പറയും, ആത്മീയരായിട്ടുള്ള ചിലർ പറയും അത് ഭയങ്കര പാപമാണെന്നൊക്കെ പറയും. അതിനകത്തുള്ള കുറേ മൂല്യങ്ങളുണ്ട്. അവരെങ്ങനെ അവിടെ എത്തി, അവരുടെ ആ യൂണിറ്റി, അവർ ഒരുമിച്ച് ആ പാസിങ്, അതിനകത്തൊരു കലയുണ്ട്, അതിനകത്തൊരു ഹാർഡ് വർക്കുണ്ട്, അതിനകത്ത് ഒരു യൂണിറ്റി ഉണ്ട്, അതിനകത്തൊരു ലക്ഷ്യമുണ്ട്. അതിൽ നിന്നാണ് ഗോൾ എന്ന വാക്ക് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എടുക്കുന്നത്. ഗോൾ, നിന്റെ ഗോൾ എന്താണ്? ലക്ഷ്യത്തിലേക്ക് എല്ലാം തികഞ്ഞതാണൊരു ഫുട്ബോൾ കളി. ലോകത്തിലെ ഏറ്റവും വലിയ കളികളിലെ ആവേശമായിട്ട് അത് മാറി. അധികം നേരമില്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണാൻ പറ്റും. ക്രിക്കറ്റ് ഒക്കെ ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും കുത്തിയിരിക്കേണ്ടി വരും. ഇതങ്ങനെയല്ല, പെട്ടെന്ന് കാര്യം തീരും, പെട്ടെന്ന് പരിപാടി തീരും. അതിനകത്തൊരു ഹാർഡ് വർക്കുണ്ട്, അധ്വാനമുണ്ട്, വിലമുടക്കലുണ്ട്. അങ്ങനെയുള്ളവർ പുതിയ പുതിയ തലമുറകൾ ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. റൊണാൾഡോ, മെസ്സി പോലെയുള്ളവരുടെ സീസൺ തീർന്നു. എന്നാൽ അടുത്ത ഒരു തലമുറ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എംബാപ്പെ, അതുപോലെ യമാൽ, പിന്നെ ആരാണ്, അതുപോലെ കുറച്ച് ഹാളണ്ട് പോലെയുള്ള ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അതിന് വെട്ടുന്നവരാണ് അടുത്ത ജനറേഷൻ. എല്ലാം കഠിനാധ്വാനത്തിലൂടെ മാത്രമേ അവരവിടം വരെ എത്തിയുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പുറകിൽ കിടക്കാം, വേണമെങ്കിൽ നമുക്ക് ലിഫ്റ്റ് കാത്തു നിൽക്കാം, അല്ലെങ്കിൽ കാത്തു നിൽക്കാൻ നേരമില്ല, സ്റ്റെയർ കേസ് വഴി കയറും. ഇടക്ക് ഓഫാകാത്ത സ്റ്റെയർ കേസ് വഴി തന്നെ നമുക്ക് കയറാം. ഭാഗ്യം പരീക്ഷിക്കുന്ന ലിഫ്റ്റിനകത്ത് കയറാതെ കഠിനാധ്വാനം ചെയ്യുന്ന യാക്കോബിനെ നമുക്ക് കാണാം.
യേശാവിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ വെറും ഒരു പായസത്തിൽ ജ്യേഷ്ഠാവകാശം വിറ്റവനാണ്. അവൻ ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു. വാഗ്ദത്തങ്ങളുടെ വില അറിയാതെ, വില മുടക്കാതെ, ത്യാഗം ചെയ്യാതെ മുന്നോട്ട് വരുന്നവരെ ദൈവരാജ്യത്തിൽ കൊള്ളരാത്തവനായിട്ടാണ് കാണുന്നത്. കലപ്പക്ക് കൈവച്ച ശേഷം എന്നെ അനുഗമിക്കാത്തവൻ, പുറകോട്ട് നോക്കുന്നവൻ എനിക്ക് കൊള്ളാത്തവനാണെന്ന്, സാക്രിഫൈസ് ചെയ്യാൻ മനസ്സില്ലാത്തവൻ എനിക്ക് പറ്റിയതല്ലെന്ന് യേശു പറയുകയാണ്. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നു, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ ആരും ജീവനകാര്യത്തിൽ ഇടപെടുന്നില്ല. പട ചേർത്തവനെ പ്രസാദിപ്പിക്കും. സാധാരണ ഒരു വ്യക്തിയായിട്ട് പട്ടാളത്തിൽ ജീവിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഓട്ടക്കളത്തിൽ ഓടുന്നവനെ കുറിച്ച് പറയുന്നു, ഒരുത്തനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ. സെക്കൻഡ് തേർഡിനെ കുറിച്ച് പൗലോസ് പറയുന്നില്ല, സ്വർണത്തെക്കുറിച്ച് മാത്രം. സിൽവർ ബ്രോൺസ് ഒന്നും വിഷയമല്ല, സ്വർണം മാത്രമേ പൗലോസ് എടുത്ത് പറയുന്നുള്ളൂ. അതിൽ കുറഞ്ഞൊരു കാര്യം പുള്ളിക്ക് പറയാനില്ല. സ്വർണം അല്ലെങ്കിൽ വെള്ളി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇല്ല. സ്വർണം മാത്രം ഫോക്കസ് ചെയ്ത് പോയ ആൾക്കാർ അപ്പോസ്തലന്മാരായി, ശ്രേഷ്ഠന്മാരായി മാറി. ദൈവവചനം നമ്മെ മുന്നോട്ട് തള്ളുകയാണ്. ഈ ആഴ്ചയുടെ ഒടുവിൽ നമ്മൾ കേൾക്കുന്ന വചനം വില മുടക്കിയല്ലാതെ, ത്യാഗം ചെയ്തല്ലാതെ ഉന്നതങ്ങളിൽ എത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം. പൗലോസ് അതാണ് എടുത്തു പറയുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ആകയാൽ നാം എന്തു പറയുന്നു? ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. ദൈവത്തിന് വേണമെങ്കിൽ യാക്കോബിനെ മൂത്തവനാക്കാമായിരുന്നല്ലോ. ഒരു കുഴപ്പമില്ല. ജ്യേഷ്ഠാവകാശം ഫ്രീ, അനുഗ്രഹങ്ങളെല്ലാം ഫ്രീ, ഒരു വിലയും മുടക്കണ്ട. യാക്കോബിനെ അവൻ ഇളയവനായിട്ട് സൃഷ്ടിച്ചു. ഒരു റിസ്ക്, ഒരു ത്യാഗപരമായ സ്റ്റെപ്പ് വെക്കാൻ യാക്കോബിനെയാണ് ആക്കിയത്. അവൻ കഠിനാധ്വാനം ചെയ്ത് മുന്നിൽ വന്നതാണ്. അനുഗ്രഹമാണെങ്കിലും അതിൻ്റെ പുറകിലൊരു വില മുടക്കലുണ്ട്. എല്ലാവർക്കും അഭിഷേകം പ്രാപിക്കുന്ന ഇഷ്ടമാണ്. DGS ദിനകരൻ 7 വർഷം 8 മണിക്കൂർ ഡെയിലി പ്രാർത്ഥിച്ച് 7-ാം വർഷമാണ് അഭിഷേകം പ്രാപിച്ചത്. ചിലർക്ക് വന്ന ആഴ്ച തന്നെ അഭിഷേകം കിട്ടിയവരുണ്ട്. അതിന് വിലയില്ല, അതുകൊണ്ട് അവരതിൻ്റെ വില കാണാറില്ല. എന്നാൽ DGS ദിനകരൻ തനിക്ക് 7-ാം വർഷം കിട്ടിയ അഭിഷേകം കൊണ്ട് ഇന്ത്യയെ മാറ്റിമറിച്ചു. കിട്ടിയ അനുഗ്രഹത്തിൻ്റെ വില അറിയണമെങ്കിൽ പെട്ടെന്ന് വെറുതെ കിട്ടിയാൽ പറ്റില്ല, വില മുടക്കി കിട്ടണം. ദൈവസഭകളിൽ എത്രയോ പേര് അഭിഷേകം പ്രാപിക്കാതെ ഇരിപ്പുണ്ട്. കാരണം അവർക്ക് വില മുടക്കണ്ട. വില മുടക്കുന്ന മുഴുവൻ ജോലിയിലും പഠനത്തിലുമാണ്. മാതാപിതാക്കളാണെങ്കിലും പിള്ളേരെ സൺഡേ വരെ ട്യൂഷന് വിടും. പിള്ളേരെ ഇതിനേക്കാൾ, അഭിഷേകത്തേക്കാൾ വലുത് എൻജിനീയറിങ്ങും മെഡിസിനും ഒക്കെയാണ്. നിങ്ങൾ അതിൻ്റെ പുറകെ പോ. ചർച്ചിലെ കലാപരിപാടി, ആക്ടിവിറ്റീസൊക്കെ അത് കള. നിങ്ങൾക്ക് ലോകത്തിലോട്ട് പോ, അവിടെയാണ് ഭാവി. ഫുട്ബോളിൽ ഭാവിയുണ്ട്, എല്ലാം ശരിയാണ്. ക്രിക്കറ്റിൽ ഭാവിയുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ ഭാവി ക്രിസ്തുവിലുണ്ടെന്നുള്ളൊരു സത്യം എല്ലാവരും അറിയണം. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ശേഷം മനുഷ്യനെ പോലെ പോകരുത്. ശേഷം മനുഷ്യരെന്ന് പറഞ്ഞാൽ അവരവരുടെ കഴിവിലും കരുത്തിലുമാണ് ആശ്രയിക്കുന്നത്. അവരെ ഹ്യൂമനിസ്റ്റ് എന്ന് വിളിക്കും. നീ ഹ്യൂമനിസ്റ്റ് അല്ല, നീ ദൈവത്തെ അറിഞ്ഞവനാണ്. ഹ്യൂമനിസ്റ്റിൻ്റെ പ്രത്യേകത, ഞാനാണ് എല്ലാം, ഞാനാണ് രാജാവ്, എനിക്കെന്തും കഴിയും. അവനൊരു മോട്ടിവേഷൻ പ്രസംഗം കിട്ടിയാൽ മതി. നമുക്കത് മതിയോ? ഇല്ല. നമ്മൾ പുതിയ സൃഷ്ടിയാണ്. നമുക്ക് ദൈവവചനം കിട്ടണം. വചനം കൊണ്ട് മാത്രമേ നമുക്ക് ഉയരാൻ കഴിയൂ. ഈ ഭൂമിയിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ. സാധാരണ മനുഷ്യന് സ്വർഗമില്ല, നരകം എന്താണെന്ന് അവൻ അറിയില്ല, മരണത്തിനപ്പുറം അവൻ അറിയില്ല. ഈ ഭൂമിയിലെ ആഡംബരങ്ങൾക്കപ്പുറം സ്വർഗീയ പരദീസ അവൻ അറിഞ്ഞുകൂടാ. നമ്മളതല്ല, നമുക്കെല്ലാം അറിയാം. ഈ ലോകത്തിൽ മാനിക്കപ്പെടാം, ഫുട്ബോളിൽ മുന്നിൽ പോകാം. എനിക്കറിയാവുന്ന ഒരു ദേവദാസനോട്, ആ ദേവദാസനോട് ഒരു പ്രോഫറ്റ് പറഞ്ഞു, നിന്റെ മോൻ ഇന്ത്യക്ക് വേണ്ടി ഫുട്ബോൾ തട്ടും, ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി. അതുപോലെ ഇപ്പോൾ അവൻ അതുപോലെയാണ് കളിക്കുന്നത്. അപ്പോൾ ദൈവസഭയിലുള്ള കുഞ്ഞുങ്ങൾക്കും
സ്പോർട്സിൽ ഭാവി വെച്ചിട്ടുണ്ട് എന്ന് കരുതി സ്പോർട്സ് മാത്രമേ ഉള്ളോ? ഇല്ല. അതിനപ്പുറം കർത്താവിലായിരിക്കണം ആ വ്യക്തി. ഈ പ്രാവശ്യത്തെ ഫുട്ബോളിൽ തോറ്റു വിരമിച്ച പലരും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് ഗ്രൗണ്ട് വിട്ടു പോകുന്നത് കണ്ടു. ഓരോ ഗോളും അടിക്കുമ്പോഴും ഉയരത്തിലോട്ട് മുട്ടുകുത്തി കൈ ഉയർത്തി നന്ദി പറയുന്നത് കണ്ടു. പ്രാർത്ഥിക്കുന്ന എത്രയോ പേർ, നെയ്മാർ പോലെയുള്ള എത്രയോ ദൈവമക്കൾ കർത്താവിൻ്റെ വേലയിലുണ്ട്. അപ്പോൾ തന്നെ അവർ സുവിശേഷകരാണ്. അപ്പോൾ തന്നെ ദൈവരാജ്യം പരത്തുന്നവരാണ്. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് വലിയ കാര്യങ്ങൾ. കഠിനാധ്വാനമില്ലാതെ ഉയരങ്ങളിലെത്താൻ കഴിയില്ല. ഇന്നത്തെ സന്ദേശം ഇതാണ്. ദൈവത്തിന് വേണമെങ്കിൽ യാക്കോബിനെ മൂത്തവനായി സൃഷ്ടിക്കാമായിരുന്നു. അല്ലടാ യാക്കോബേ, നീയാണ് ഉയരേണ്ടത്, നീയാണ് മൂത്തവനാകേണ്ടത്. എന്നാൽ നീ വില മുടക്കി ഉയരങ്ങളിലെത്തണം. അത് നമുക്കൊരു ദൃഷ്ടാന്തമാകാൻ ദൈവം ചെയ്ത സംവിധാനം. ദൈവത്തിൻ്റെ പ്ലാൻ യാക്കോബാണ്. എന്നിട്ടും ദൈവം അവനെ ഹാർഡ് വർക്കിനൊരു വഴി വെച്ചു. അതിലൂടെ അവൻ ഉയർന്നു വന്നു. കർത്താവിൻ്റെ മക്കൾ അറിയണം, ദൈവത്തിൻ്റെ പ്ലാനുകൾ നാം വില മുടക്കി തന്നെ പ്രാപിക്കണം. രക്ഷയൊഴികെ സകലത്തിലും വില മുടക്കണം. ഈ ആഴ്ച അവസാനിക്കുമ്പോൾ ഇത് കേൾക്കുന്നവർ പുതിയ ആഴ്ചയ്ക്ക് വേണ്ടി പുതിയ തീരുമാനമെടുക്കണം. കർത്താവിൽ ആശ്രയിക്കണം. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ട ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ കഠിനാധ്വാനമുണ്ടാകട്ടെ, ലക്ഷ്യബോധമുണ്ടാകട്ടെ, മുന്നോട്ടുള്ള കുതിപ്പുണ്ടാകട്ടെ, അലസതകൾ മാറട്ടെ. മടിയന്മാർ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല. ഉത്സാഹം മനുഷ്യന് വിലയേറിയ സമ്പത്തെന്ന് സദൃശ്യവാക്യത്തിൽ പറയുന്ന പോലെ ഉത്സാഹികളാകട്ടെ. ഉത്സാഹിയുള്ള കൈ സമ്പത്തുണ്ടാക്കുമല്ലോ. ഇവർ ഉയർന്നു വരട്ടെ. എല്ലാ അലസതകളും ഇവരെ പിടിച്ചു കെട്ടുന്ന എല്ലാ പിശാചിൻ്റെ അടിമത്തങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ ആഴ്ച അനുഗ്രഹിച്ച ദൈവം അടുത്ത ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കൃപ തരും. തിങ്കളാഴ്ച നമുക്ക് ഒരുമിച്ച് ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ രാവിലെ ഒരുങ്ങാം. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 8 മണിക്കൊണ്ട് കടന്നു വരണം. ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലസ് യു. പകരം നൽകും നീ കരുതും കരുതലിന യേശുവേ നീ ഓർത്തതിന എന്നെ നീ മാനിച്ചതിന എന്തു ഞാൻ പകരം നൽകും നീ കരുതും കരുതലിന യേശുവേ നീ ഓർത്തതിന എന്നെ നീ മാനിച്ചതിന എൻ രക്ഷയായ ദൈവം എന്റെ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി എൻ രക്ഷയായ ദൈവം എന്റെ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി സർവഭൂമിക്കും രാജാവു നീ ഇസ്രായേലിൻ പരിശുദ്ധൻ നീ എന്നെ വീണ്ടെടുത്തോരും നീയേ നിന്റെ പ്രവൃത്തികൾ അതിശയമേ സർവഭൂമിക്കും രാജാവു നീ ഇസ്രായേലിൻ പരിശുദ്ധൻ നീ എന്നെ വീണ്ടെടുത്തോലും നീയേ
എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശു, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, ഓ നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യേശുവേ, യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, ഓ നീ നല്ലവൻ. അങ്ങ് നല്ലവൻ. അങ്ങയുടെ സൗമ്യത എന്നെ വലിയവനാക്കി, അങ്ങയുടെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. യേശുവേ, ഞങ്ങളെ വീണ്ടെടുത്തവനെ, ഞങ്ങളെ കരുതുന്നവനെ, ഓ അങ്ങ് നല്ലവനെന്ന് ഞങ്ങൾ രുചിച്ചറിഞ്ഞു. യേശുവേ, അങ്ങ് മാത്രം യോഗ്യൻ. ചേർന്ന് പാടിയിട്ട് യോഗ്യനേശുവേ, 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 നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. നിൻ സൗമ്യത, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. യേശുവേ, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നിൻ സൗമ്യത, നിൻ സൗമ്യത